ഹായ് ഫ്രണ്ട്സ്, നല്ല അടിപൊളി മഴയായല്ലേ. രാവിലെ പാലപ്പം ഉണ്ടാക്കാനുള്ള പച്ചരി കഴുകി വൃത്തിയാക്കി കുതിർക്കാനിട്ടു. 4-5 മണിക്കൂറൊന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ ഒരു വലിയ സ്പൂൺ ചോറും അരമുറി തേങ്ങ ചിരകിയതും കൂടി നമ്മൾ ചേർക്കുന്നുണ്ട്. കൂടെ തേങ്ങാ വെള്ളവും 1 സ്പൂണ് പഞ്ചസാരയും കൂടി നമുക്ക് ചേർക്കാം. എല്ലാം കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. മിക്സിയിലിട്ട് കുറച്ച് സമയം അരഞ്ഞു കഴിയുമ്പോൾ മാവ് ചൂടായി വരാതിരിക്കാനായി നമുക്ക് കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ചേർക്കാം. ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനാണ് നമ്മൾ ഷുഗറും കൂടി ചേർക്കുന്നത്. ഇത് ഇഷ്ടമില്ലാത്തവർക്ക് ഒഴിവാക്കാവുന്നതാണ്. നമ്മുടെ അരി ഇവിടെ നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. 1 സ്പൂണിൽ നമുക്കൊരു പിഞ്ച് സോഡാപ്പൊടി എടുത്ത് ലേശം വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് കലക്കി ചേർക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ചു വെക്കാം. രാവിലെ നമുക്ക് മാവ് നല്ല പാകത്തിനായി കിട്ടും. സോഡാപ്പൊടി ചേർക്കുമ്പോൾ നമുക്ക് രാവിലെ ചേർത്താലും മതി. ചുടുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് നമുക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി അടച്ചു വെച്ചിരുന്നാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം നമുക്ക് ചുട്ടെടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെക്കാം. ഇവിടെ നമുക്ക് ഗ്രീൻ പീസാണ് കറി വെക്കാനായിട്ട് എടുത്തത്. കുറച്ച് ഗ്രീൻ പീസ് നമ്മളെടുത്ത് വെള്ളം ഒഴിച്ച് കുതിർക്കാനായി ഇട്ടു. രാവിലെ നമുക്ക് കുതിർന്ന് പാകത്തിനായി കിട്ടും. നമ്മുടെ മാവ് ഇവിടെ നല്ല പാകത്തിന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിന് പാകത്തിനുള്ള ഉപ്പും വെള്ളവും ചേർത്ത് കലക്കിയെടുക്കണം. നന്നായിട്ട് കഴുകി വെള്ളം ഒഴിച്ച് വെച്ചിരുന്ന നമ്മുടെ ഗ്രീൻ പീസ് ഇവിടെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു കുക്കറിലേക്ക് ഇടാം. കൂടെ പച്ചമുളക്, കറിവേപ്പില, സവോള, ഇഞ്ചി, മസാലയ്ക്ക് ആവശ്യമായ പൊടികളും കൂടി ചേർക്കാം. നമ്മളിതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, ലേശം പെരുംജീരകത്തിൻ്റെ പൊടി ഇവയാണ് ചേർക്കുന്നത്. എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അടച്ച് നമുക്ക് വേവിച്ചെടുക്കാം. പിന്നെ നമുക്ക് രാവിലത്തേക്കുള്ള കാപ്പി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി 1 കപ്പ് കാപ്പി കുടിച്ചിട്ടാകാം ബാക്കി കാര്യം. നല്ല ചൂടോടെ 1 കപ്പ് കാപ്പിയും 1 ചെറുകടിയും കഴിക്കാം. ഈ സമയം കൊണ്ട് നമ്മുടെ കറിയെല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പാലപ്പം ഉണ്ടാക്കിയെടുക്കാം. പാലപ്പച്ചട്ടി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. എണ്ണ തടവി അതിലേക്ക് നമുക്ക് മാവൊഴിച്ച് പാലപ്പം ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള അപ്പമെല്ലാം നമ്മൾ ഉണ്ടാക്കിയെടുത്തു. കറിയും റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് താളിച്ചെടുക്കാം. നമ്മൾ ഈ കറിക്ക് തേങ്ങ ഒന്നും എടുത്തിട്ടില്ല. പൊടികൾ മാത്രം ചേർത്തുണ്ടാക്കിയ നമ്മുടെ മസാലക്കറിയാണിത്. എണ്ണയൊന്നും അധികം ചേർക്കാതെ ഉണ്ടാക്കിയെടുത്ത ഗ്രീൻ പീസ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കഴിക്കാം. പിന്നെ നമ്മുടെ ഈ വീഡിയോ കാണുന്നതിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.